ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് RS മോഡലാണ്, റെഡ് കളറാണ്. 2004 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 2,11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ കുറച്ച് മെക്കാനിക്കൽ വർക്ക്, കുറച്ച് കറകറാന്നുള്ളൊരു അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കച്ചറ സൗണ്ടുകളുണ്ട്. അതുപോലെ തന്നെ AC ബ്ലോവർ എന്ന സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബ്ലോവർ മോട്ടർ നമ്മളതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ വർക്ക് A to Z ചെക്ക് ചെയ്തിട്ട് ആ സൗണ്ട് കാര്യങ്ങളൊക്കെ നിർത്തി കംപ്ലീറ്റ് വർക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ നോക്കി അതിനകത്ത് ഏകദേശം പാർട്സുകളെല്ലാം നമ്മൾ മാറ്റി. ഗിയർ ബോക്സിൻ്റെ മൗണ്ട് ഒറിജിനൽ ഇട്ടു. പിന്നെ അതുപോലെ എഞ്ചിൻ മൗണ്ട് നേരത്തെ കസ്റ്റമർ തന്നെ മാറിയതാണ്, അത് ഒറിജിനൽ തന്നെയാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏകദേശം എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ ഇതിനകത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഡീസൽ ലീക്ക് ഉണ്ടായിരുന്നു ടാങ്കൊക്കെ നല്ല തുരുമ്പ് പിടിച്ചിട്ട് നല്ലവണ്ണം ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാങ്ക് ഇതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് യൂണിറ്റും മാറിയിട്ടുണ്ട്. എൻജിൻ പക്ക സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്ക സ്മൂത്ത്, ഒന്നും പറയാനില്ല. നേരത്തെ വരുമ്പോൾ വണ്ടി കടപട എന്നുള്ളൊരു സൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മറ്റേ ഷാഫ്റ്റിൻ്റെ സ്റ്റാർ ജോയിൻറ്റിൻ്റെ സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടുകൾ, ഒരുപാട് സൗണ്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കംപ്ലീറ്റ് അറസ്റ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ നീറ്റായിട്ടുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് യാതൊരുവിധ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കംപ്ലൈൻറ്റും തന്നെ ഇതിനകത്ത് ഇപ്പം നിലവിലില്ല. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ള വെച്ചാൽ ബൊലീറോ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മിറർ കുറച്ച് വ്യൂ കുറവായതുകൊണ്ട് ബൊലീറോ മിറർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറഞ്ഞ് സെൻട്രൽ AC സൗണ്ട്, ബ്ലോവറിൻ്റെ സൗണ്ട്, ബ്ലോവർ മോട്ടറിൻ്റെ സൗണ്ട് ആയിരുന്നു. അത് നമ്മൾ ബ്ലോവർ മോട്ടർ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ബ്ലോവർ മോട്ടറായിട്ട് കിട്ടാനുണ്ട്. ബ്ലോവറാണ് നമുക്ക് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്, പക്ഷേ ബ്ലോവർ മോട്ടർ കിട്ടാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. കസ്റ്റമർക്ക് ഏകദേശം കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ഓൾ ബെൽറ്റ്, ഫ്രണ്ടിലെ ബെൽറ്റുകളെല്ലാം മാറ്റാൻ വേണ്ടി കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC കൂളിംഗ് തീരില്ല, അത് ചെക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഐഡിയൽ ടൈമിലാണ് കൂടുതലായിട്ടും കൂളിംഗ് കുറവായിട്ട് ഫീൽ ചെയ്തത്. അത് നമ്മൾ AC ബ്ലോവറും മാറ്റി ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹീറ്റർ പ്ലഗ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറ്റർ പ്ലഗ് ഓക്കെ തന്നെയാണ്, ചെക്ക് ചെയ്തതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് വർക്കിംഗ് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് വൈൻഡർ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്ലാസ് വൈൻഡർ നമുക്ക് മാറണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് വൈൻഡർ കയറുന്നുണ്ട്, പക്ഷേങ്കിൽ ഹീറ്റാകുമ്പോൾ വണ്ടി ഹീറ്റാകുമ്പോൾ സ്ലോ ആവുകയാണ്. കയറ്റുമ്പോൾ ഇറക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി വരും, കയറ്റുമ്പോൾ മാത്രം ലോഡാകുമ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഡിസ്ക് റോട്ടർ ബ്രേക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ക് റോട്ടർ നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻജിൻ വൈബ്രേഷൻ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ്, ഫ്രണ്ടിലെ ഹൈറ്റ് ഇത്തിരി അങ്ങോട്ട് താന്നും പൊങ്ങിയിട്ടാണ് നിന്നിരുന്നത്. അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ഹൈറ്റ് കറക്റ്റ് ലെവലിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടോർഷൻ ബാറിൻ്റെ ബോൾട്ട് നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ യോക്ക് ചെറിയൊരു പ്ലേ ആണ്, പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ യോക്ക് ഇപ്പോൾ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റിയറിംഗ് യോക്ക് ഒന്നും ചെയ്തില്ല, അതിൽ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വൈപ്പറിൻ്റെ ബ്ലേഡ് നമ്മൾ മാറ്റി ക്രിസ്റ്റയുടെ ഒരു ടൈപ്പ് വരുന്ന ബ്ലേഡ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ നോക്കാൻ പറഞ്ഞാൽ അത് നോക്കിയിട്ടില്ല, അതൊന്ന് നമ്മൾ ചെയ്യാനുണ്ട്. പിന്നെ മെയിനായിട്ട് AC സൗണ്ടും അതുപോലെ സസ്പെൻഷൻ സൗണ്ടും ബൊലീറോ മിററും ഇങ്ങനെയൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് കസ്റ്റമർ നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ സീറ്റ് ബാക്കിലേക്ക് പോകുന്ന പോലെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ബാക്കിലേക്ക് പോകില്ല, കുറച്ച് മാത്രമേ പോവുള്ളൂ. അപ്പോൾ അത് ആൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ്. കാലിവിടെ ലെഗ് വന്നിട്ട് ഇവിടെ മുട്ടും. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതിൽ ജെന്യൂൻ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്, അത് കംപ്ലീറ്റ് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പക്ക അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പട്ട ഇതുപോലെ വെൽഡ് ചെയ്തിട്ട് നമ്മൾ കമ്പനി വരുന്ന റെയിലിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അത് ഇങ്ങോട്ട് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സുഖമായിട്ട് ആൾക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നേരത്തെ ഇവിടം വരെ വരുള്ളൂ, ഇപ്പോൾ ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അത് നമ്മൾ ഈ സീറ്റും ആ സീറ്റും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതും ബാക്കിലാണ്, കണ്ടില്ല ഇത്രയും ഗ്യാപ്പ് ഇതിനകത്തുണ്ട്. ഇത് ഫുള്ള് ബാക്കിലേക്ക് ഈ ലെവലിൽ വരും. അതുപോലെ വർക്കിംഗ് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടില്ല. അപ്പോൾ ആ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ബ്ലോവർ മോട്ടർ മാറ്റിയത്. ഒറിജിനൽ വരുന്ന മോട്ടറാണിത്. മാറ്റിയിട്ട് വേറെ മോട്ടർ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതർ മേക്കാണ്, ഒറിജിനലല്ല വരുന്നത്, അതർ മേക്കാണ്. അപ്പോൾ അത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മെക്കാനിക്കലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെയും അതുപോലെ തന്നെ പവർ വിൻഡോൻ്റെയും കാര്യം മാത്രം ഒന്ന് നോക്കണം. ബാക്കി വണ്ടി പക്ക നീറ്റാണ്. വണ്ടിയും യാതൊരുവിധ കുഴപ്പമില്ല, നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിലിരിക്കുന്നത് കോയ സീറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും കോയാസിൻ്റെ സീറ്റ് നല്ല രസമാണ് ഇരിക്കാനായിട്ട്. ഒരു പ്രത്യേകതരം ക്ലോത്താണ് ഇതിനകത്ത് വരിക. ഇരിക്കാനും അതുപോലെ വണ്ടി യാത്ര ചെയ്യാനും പക്ക നീറ്റാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ഒരു വണ്ടി ഉണ്ടായിരുന്നു 2255 എന്ന് പറയുന്ന കോളീസ്, അതിലും കോയാസിൻ്റെ സീറ്റാണ്. നല്ല കംഫർട്ടാണ് ഓടിക്കാനായിട്ട്. അവരുടേതായ രീതിയിൽ അവർ സ്റ്റിച്ച് ചെയ്തുള്ളൂ. അതിൻ്റേതായ രീതിയിൽ ഒരു റെക്ഷൻ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഒരു ക്ലോത്ത് ആയിരിക്കും എപ്പോഴും കോയാസിൽ വരുന്നത്. ഇരിക്കാൻ തന്നെ യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു സുഖമാണ് അതിനകത്ത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ലോക്കും അതുപോലെ തന്നെ
ഇതിൻ്റെ പവർ വിൻഡോ നോക്കി ഒന്ന് ഫിനിഷ് ചെയ്യണം. പവർ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ലോക്ക് ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളും തുറക്കില്ല. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അതുപോലെ എല്ലാ ഡോറും തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ലോക്ക് ചെയ്താൽ എല്ലാം ലോക്കാവും, അൺലോക്ക് മാത്രം ഇതിൽ കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കണം. അതുപോലെ പവർ വിൻഡോൻ്റെയും നോക്കണം. മിററും ഒന്നും പൊലിറോ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ്ലി ഫിനിഷാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് പുള്ളിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. ബെൽറ്റുകളൊക്കെ നമ്മളിതിനകത്ത് ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ ബെൽറ്റുകളും ഒയ്യിട്ടാലേ നിൽക്കുള്ളൂ. പിന്നെ യോക്കിന് വലിയ കംപ്ലയിൻ്റ് ഇല്ല ഇതിനകത്ത് തന്നെ. ഷെയ്ക്ക് ചെയ്യുമ്പോഴും വലിയ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ ഇല്ലാണ്ട് ലോക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വിടുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ, ഫ്രീ പ്ലേ, നല്ല ഫ്രീ പ്ലേ ആണ് ഉള്ളിൽ. നേരത്തെ ഇത് മാറ്റിയിട്ടുണ്ട്, ഒറിജിനൽ മാറ്റിയിട്ടുണ്ട്. വേറെ ഷോപ്പിൽ നിന്ന് മാറ്റിയതാണ്, എന്താണെന്ന് അറിയില്ല, കസ്റ്റമറിനെ മാറ്റിയതായിരിക്കും ചിലപ്പോൾ. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. എന്നാലും ഇത് ഫ്രീ പ്ലേ ആണ്. കേബിൾ ഭയങ്കരമായിട്ട് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ആക്സിലേഷൻ അവിടെ കൊടുക്കുമ്പോൾ ഫുള്ള് ത്രോട്ടിൽ നമുക്ക് പമ്പിൽ കിട്ടില്ല. അതുകൊണ്ട് പുള്ളിങ്ങിന് നമുക്ക് നല്ല വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യും. ആകെ ഒരു 45 ഡിഗ്രിയെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളൂ. അതിൽ ഈ ഫ്രീ പ്ലേ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു 30% മാത്രമേ നമുക്ക് പമ്പിൻ്റെ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് തീരെ പുള്ളിങ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഇതിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ളും ഇങ്ങനെയാണ് കിടക്കുന്നത്. വലിക്കുക ഇനി നമുക്ക് വലിക്കാൻ പറ്റില്ല. മൊത്തം ത്രെഡ് ഇവിടെ എത്തി. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ ഇട്ടിരിക്കുന്ന കേബിൾ ഇട്ടിരിക്കുന്നത് റോങ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രീ പ്ലേ കൂടുതലാണ്. ഇത് മൊത്തം ഫ്രീ പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ വൈറ്റ് വരുന്ന ഭാഗം നമുക്ക് ഇപ്പുറത്ത് വരണം. അത് ഇടാൻ ഇത്തിരി നോക്കിയിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല, ഇടാൻ കിട്ടില്ല. അതിങ്ങനെയാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് അത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇതിൽ കയറിയിട്ട് ഇത് ഇങ്ങനെ ലോക്കാണ് കണ്ടോ. ഇങ്ങനെ ഇട്ടാൽ മാത്രമേ ഇതിന് ഫ്രീ പ്ലേ ഒട്ടും തന്നെ ഇല്ലാണ്ടാവുകയുള്ളൂ. നമുക്ക് ത്രോട്ടിൽ നല്ലോണം കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ. പക്ഷേ ഇട്ടത് റോങ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. അല്ലേ, ഇങ്ങനെയാണ് വരേണ്ടത്. ഇനിയിപ്പോൾ നമുക്കവിടെ ഒന്നുകൂടെ ലൂസ് ചെയ്ത് കൊടുക്കാം. ഡബിൾ. ഇനി നമുക്കിവിടെ ഇത്രയും കൂടെ അഡ്ജസ്റ്റ്, ഇപ്പോൾ ഇവിടെ ടൈറ്റായി കണ്ടില്ലേ, നല്ല ടൈറ്റായി. ഇനി ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേസിങ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇനി നമുക്കിവിടെ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. അതുപോലെ തന്നെ പമ്പിൽ എപ്പോഴും സർവീസിന് ഇതിന് കുറേ ലിങ്കേജ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് അപ്ലൈ ചെയ്താലും നമുക്ക് എന്താണ് ആക്സിലേഷൻ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഒരു ലിവറാണൊക്കെ ഇങ്ങനെ ആകുന്നത്. അതിൻ്റെ ജോയിൻറ്റുകൾ, ഇത് സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് അതുപോലെ ഒരു ജോയിൻ്റാണ്, ആ ലിങ്കേജുകളാണ്. അതിലൊക്കെ റെസ്റ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും സർവീസിന് അതും കൂടെ WD-40 ഒക്കെ നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പമ്പിൻ്റെ ലിങ്കേജുകൾ കംപ്ലീറ്റ് ഫ്രീ ആയാൽ നമുക്ക് ത്രോട്ടിൽ കൊടുക്കാൻ ഇത്തിരി കുറച്ചുകൂടെ എളുപ്പമാണ്. അതെന്താ ഡബിൾ എൻഡ് ഇപ്പം നമ്മൾ ഇതാണ്ടല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൂട്ട് ഇതിനകത്ത് കയറ്റി തന്നെ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊടിയും മണ്ണും കയറി വന്നു കഴിഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബൂട്ട് അതിനകത്ത് തന്നെ വേണം. നേരത്തെ ആ ബൂട്ട് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇല്ലാത്തതുകൊണ്ട് ബൂട്ട് പുറത്തായിരുന്നു. അപ്പോൾ കറക്റ്റാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാല് കൊടുക്കുമ്പോഴും ആ ഒരു പുള്ളിങ്ങും പെർഫോമൻസും നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും